നമ്മൾ നേരത്തെ വിശദമായിട്ട് സംസാരിച്ചതാണ്. വേനൽ ചൂടിന് ഒരു കുറവും വന്നിട്ടില്ല. കൊടുംചൂടിൽ വെന്തുരുകയാണ് കേരളം. വയനാട്, ഇടുക്കി ഒഴികെ 12 ജില്ലകളിൽ നാളെ വരെ യെല്ലോ അലേർട്ട് തുടരും. നമുക്കിന്ന് താപനില മാപ്പാണ് ഉള്ളത്. 2 ഇടങ്ങളിൽ മാത്രമേ ഗ്രീൻ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും യെല്ലോ അലേർട്ട് തുടരുമെന്നാണ്. പാലക്കാട്ട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേട്ടോ. അതേപോലെ തന്നെ കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് പറയുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലൊക്കെ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. പകൽ സമയങ്ങളിൽ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നത് മാക്സിമം ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് കുടിവെള്ളം മതിയായ അളവിൽ കുടിക്കണം, നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട്. കൊടുംചൂടിന് ആശ്വാസമായി മഴ എത്തുമെന്ന സൂചനയൊന്നും നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നില്ല. ഇന്നും നാളെയും എല്ലാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ്. സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒരു പക്ഷേ ചെറിയ മഴ പെയ്യാം എന്നും പറയുന്നു. ഈ മഴ പെയ്യാണെങ്കിൽ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. അതുകൊണ്ട് ജാഗ്രത കൂടി പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നമുക്ക് പ്രധാനപ്പെട്ട ഇടങ്ങളിലെ താപനില ഒന്ന് വേഗത്തിൽ പരിശോധിച്ചാൽ, സംസ്ഥാനത്ത് പാലക്കാടാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില. കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസുമാണ്. കൊല്ലം, പുനലൂരിലും കണ്ണൂരിലും കനത്ത ചൂട് തുടരുന്നുണ്ട് കേട്ടോ. 2 ഇടങ്ങളിലും രേഖപ്പെടുത്തിയ കൂടിയ താപനില 37.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. പുനലൂരിൽ 24.2 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ കുറഞ്ഞ താപനില 25.9 ആണ്. തിരുവനന്തപുരത്തെ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലെ താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയത്. കുറഞ്ഞത് 28.2 ഡിഗ്രി സെൽഷ്യസ്. അതായത് കുറഞ്ഞ താപനില തന്നെ 27 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പം എന്തോരം ചൂടായിരിക്കുമെന്നേ. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ 36.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട്ടെ കൂടിയ താപനില. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ താപനിലയും ഈ രീതിയിൽ തന്നെയായിരുന്നു. കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും ഉണ്ട് കോഴിക്കോട്. അപ്പോൾ ഇതാണ് സംസ്ഥാനത്തെ പൊതുവേ ഉള്ളൊരു കാലാവസ്ഥ. ചൂട് കൂടും, ചൂട് ഇനിയും വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് മാത്രമേ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുള്ളൂ.